അടുത്ത കാലത്തായിട്ട് തമിഴ് സിനിമയിൽ കാണുന്ന ഒരു തിരക്കഥാ ഫോർമാറ്റ് നമുക്ക് ഏറ്റവും പുതിയ പടമായിട്ടുള്ള കെൻ കരുണാസ് സംവിധാനം ചെയ്തിട്ടുള്ള യൂത്തിലും കാണാൻ പറ്റും. നായകന്റെ കുത്തഴിഞ്ഞ ജീവിതം ആദ്യം കാണിക്കുക, പിന്നെ അവസാനത്തേക്ക് അയാൾക്ക് ബോധോദയം വരുന്നത് പോലെ കാണിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റ്. പ്രദീപ് രംഗനാഥന്റേതായിട്ട് ഈ അടുത്ത് പുറത്തു വന്ന സിനിമകളിൽ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഡ്രാഗൺ എന്ന പടത്തിൽ കോളേജ് ലൈഫിൽ തുടങ്ങി കോർപ്പറേറ്റ് ലൈഫ് വരെ എത്തുന്ന രീതിയിൽ വളരെ വലിയ ക്യാൻവാസിലാണ് ഡ്രാഗൺ ആ കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നത് വെറും 2 കൊല്ലത്തിന്റെ സ്പാനിലാണ്. കൗമാരപ്രായത്തിലെ അലമ്പുകളും പ്രണയങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഹ്യൂമറും ഫാമിലിക്കുള്ളിലുള്ള ഡൈനാമിക്സ് കാണിച്ചുകൊണ്ട് ഇമോഷണൽ ഭാഗങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂത്ത് ടിപ്പിക്കലായിട്ടുള്ള എലമെന്റുകൾ ഉണ്ടെങ്കിലും രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പ്രവീണാണ് നമ്മുടെ നായകൻ. 10ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും ജസ്റ്റ് പാസ്സായ ആളാണ് പ്രവീൺ അച്ഛൻ ഉണ്ണികൃഷ്ണനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. അവന്റെ അമ്മയാണ് അവന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ. മാർക്കില്ലാത്ത മകനെ അതേ സ്കൂളിൽ +2 ചേർക്കാൻ വേണ്ടി ആ അമ്മ പല കളികളും കളിക്കുന്നുണ്ട്. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് +2 ചേർന്നതിന് ശേഷം പ്രേമം കാരണം പ്രവീണിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഫസ്റ്റ് ഹാഫിന് സാമാന്യം നല്ല സ്പീഡ് ഉണ്ട്. പ്രേമിച്ച് നടക്കുന്ന പ്രവീണിനെ കാണിക്കാനാണ് ആ ഭാഗം സിനിമ ഉപയോഗിക്കുന്നത്. ഒരേ സമയം 2 പെൺകുട്ടികളെ വരെ പ്രേമിക്കുന്ന ഒരു കാസനോവയായിട്ടാണ് പ്രവീണിനെ നമ്മൾ അവിടെ കാണുന്നത്. പൊമ്പളപ്പുറുക്കി എന്ന് കൂട്ടുകാർ പറയുമ്പോൾ അതിനെയൊക്കെ പ്രവീൺ ന്യായീകരിക്കുന്നത് തനിക്ക് ഒരാളോട് നോ പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു ഘട്ടത്തിന് ശേഷം പെണ്ണുങ്ങളെല്ലാം തേപ്പുകാരാണ് എന്ന് പറയുന്ന മൈൻഡ് സെറ്റിലേക്ക് കഥാപാത്രങ്ങൾ പോകുന്നുണ്ട്. 2ാം പകുതിയിലേക്ക് വരുമ്പോഴും ഫ്രണ്ട് സോൺ ചെയ്യപ്പെടുന്നു എന്നുള്ള ആണുങ്ങളുടെ വിഷമം തന്നെയാണ് കുറെ നേരം സിനിമയുടെ തീം. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഒരു ജേണിയിലേക്ക് അയാളുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ ചേർത്ത് വെക്കാൻ കെൻ കരുണാസിന് സാധിക്കുന്നുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷനുകളുള്ള നല്ലൊരു ക്ലൈമാക്സിലേക്ക് എത്താൻ അത് സിനിമയെ സഹായിക്കുന്നുണ്ട്. പക്വതയില്ലാത്ത പ്രവീണിന്റെ പ്രണയങ്ങൾക്ക് പക്വതയുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ തിരക്കഥയ്ക്കും അവിടെ സാധിക്കുന്നുണ്ട്. മറ്റു പല സിനിമകളിലും കണ്ടുപരിചയിച്ചിട്ടുള്ള ക്യാരക്ടർ ഡൈനാമിക്കുകളും ക്യാരക്ടർ ആർക്കുകളും ഒക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അച്ഛനും അമ്മയും മകനും തമ്മിലുള്ള ഇക്വേഷൻ കുറെയൊക്കെ ധനുഷിന്റെ VIP സിനിമയ്ക്ക് സമാനമാണ്. പെണ്ണുങ്ങളെ തേപ്പുകാരായിട്ട് കണ്ട് കരയുന്ന നായകനും സുഹൃത്തുക്കളും എന്ന സംഭവവും ഇവിടെയുണ്ട്. +2 പഠിക്കുന്ന പിള്ളേരെ കുറിച്ചിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ടാസ്മാക്ക് സോങ് ഭാഗ്യത്തിന് ഇവിടെ വന്നിട്ടില്ല. സിനിമ ഭൂരിഭാഗം സമയവും നമ്മൾ കാണുന്നത് നായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രമേയത്തിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതികൾ കാണാൻ സാധിക്കും. എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് റൊമാൻസും ഹ്യൂമറും ഒക്കെ കുറച്ച് വിഷ്വലി ലൗഡാണ്. പക്ഷെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിഞ്ച് സോണിലേക്ക് പോകുന്നതിന് മുന്നേ അതിനെ നിർത്താൻ സംവിധായകനും കൂടിയായിട്ടുള്ള കെൻ കരുണാസിന് സാധിക്കുന്നുണ്ട്. GV പ്രകാശ് കുമാർ ഒരുക്കിയിട്ടുള്ള ഇതിലെ പാട്ടുകളെല്ലാം തന്നെ മനോഹരമാണ്. വളരെ സിമ്പിളും സില്ലിയുമായിട്ടുള്ള ഈ സിനിമയുടെ പ്രമേയത്തിന് കുറച്ചുകൂടെ ഒരു ആഴം കൊടുക്കാൻ പാട്ടുകൾക്ക് സാധിക്കുന്നുണ്ട്. നായക കഥാപാത്രത്തിന്റെ ലവർ ബോയ് ഫീല് നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ കെൻ കരുണാസിന് സാധിക്കുന്നുണ്ട്. ഒരല്പം ഫിൽമി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രവീൺ. മീറ്റർ ചെറുതായിട്ട് അധികമായാൽ തന്നെ ഓവറായിട്ട് തോന്നാൻ സാധ്യതയുള്ള ക്യാരക്ടറിനെ അത്യാവശ്യം കൈയടക്കത്തോടെ തന്നെ കെൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടാണ് നായകന്റെ അച്ഛനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ ത്രൂ ഔട്ട് പുള്ളി ഇല്ലെങ്കിലും വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. തുടക്കഭാഗങ്ങളിൽ ഹ്യൂമർ ഉപയോഗിച്ചിട്ടാണ് കയ്യടി നേടുന്നതെങ്കിൽ അവസാനത്തേക്ക് വരുമ്പോൾ സിനിമയ്ക്ക് നല്ലൊരു എൻഡിങ് കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഇമോഷണൽ സംഗതികൾ സുരാജ് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ദേവദർശിനി അവതരിപ്പിക്കുന്ന സരോജ എന്ന അമ്മ കഥാപാത്രം ഒരു ന്യൂ ജനറേഷൻ ശരണ്യ പൊന്മണ്ണൻ ആണ് എന്ന് പറയാം. മകൻ പറയുന്നതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന നിഷ്കളങ്കയായ അമ്മ കഥാപാത്രമാണിത്. നായികമാരിലേക്ക് വരുമ്പോൾ മീനാക്ഷിയും പ്രിയാൻഷിയും അവതരിപ്പിക്കുന്ന ക്യാരക്ടറുകൾ സ്വല്പം ഓവർ ദ ടോപ്പ് സ്വഭാവമുള്ള നായികമാരാണ്. അനിഷ്മ അനിൽകുമാർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ കുറച്ചൊരു പഠിപ്പിസ്റ്റ് ടൈപ്പാണ്. പുള്ളിക്കാരിയുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയൊക്കെ ആദ്യ പകുതിയിൽ ഹ്യൂമർ വരുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ വർക്കാകുന്നുണ്ട്. മെലോഡ്രാമ വരുന്ന അവസാന ഘട്ടങ്ങളിൽ പുള്ളിക്കാരിയുടെ വോയിസിന്റെ ഒരു പിച്ച് സീനുമായിട്ട് ചേർന്ന് പോകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ വോയിസ് മോഡുലേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി ഒരു പക്വത കൊണ്ടുവരാൻ അനിഷ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ കണ്ടുപരിചയമുള്ളതാണെങ്കിലും ഹ്യൂമറും ഇമോഷനുകളും ഒക്കെ വേണ്ട അളവിൽ ചേർത്തിട്ടുള്ള ഒരു നല്ല പാക്കേജ് ആവാൻ യൂത്തിന് സാധിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്തണം എന്നൊരു ആവശ്യമുള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ സ്പൂൺ ഫീഡിങ്ങും അല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഒക്കെ കടന്നു വരുന്നുണ്ട്. കൗമാരപ്രായത്തിലെ നായകന്റെ കാഴ്ചപ്പാടുകൾ ചില സ്ഥലങ്ങളിലൊക്കെ സിനിമയെ കുറച്ച് പ്രോബ്ലമാറ്റിക് സ്പേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത്തരം ചിന്തകളുടെ ഒരു എൻഡോഴ്സ്മെന്റ് ആവരുത് തന്റെ സിനിമ എന്നൊരു ബോധ്യം കെൻ കരുണാസിനുണ്ട്. ഡിസ്ഫങ്ഷണൽ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു പോസിറ്റീവ് ഷെയ്ഡ് അവസാന ഭാഗങ്ങളിൽ കാണിക്കുന്ന ഈ പടം ആകെ മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന എലമെന്റുകളുള്ള ഒരു എന്റർടൈനറാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്